ഹലോ. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. എടാ, എത്ര പേരെ കേറാറുണ്ടോ? ഇത് കയറി പിള്ളേരുണ്ടാവാറില്ലേ? വെയിറ്റ് ചെയ്യണോ ഇനി 2 മിനിറ്റ് കൂടെ? ഇതിലേറെ പിള്ളേര് വരാറില്ലടാ. ഇത് കയറി പിള്ളേര് വരാറുണ്ട്. 20 എബോക്ക് വരാറില്ലേ? ക്ലാസ്സുള്ളത് ഇൻഫോംഡ് അല്ലേ നിങ്ങള്? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പേരല്ലേ? നീ വരുമോ? പ്രയറും പ്ലെഡ്ജും നടത്താല്ലേ നമുക്ക്? ഒരു ജോയിൻ ആയിക്കോ. ഓക്കെടാ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും, അറിവിൻ പ്രവാഹമേ നീ തുണച്ചാലും, അകതാരിലെന്നും കനവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകണമേ. പുതിയ പ്രഭാതം വിടരുവാനായി, പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി, നന്മകൾ നിറയും പൂങ്കാവുകൾ, സ്നേഹം വിതയ്ക്കും വയലേലുകൾ, ഞങ്ങൾ തൻ മന്ദാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൻ പ്രദയകണേ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും, അറിവിൻ പ്രവാഹമേ നീ തുണച്ചാലും, അകതാരിലെന്നും കനവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകണമേ. Pledge. India is my country. All Indians are my brother and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers and all elders respect and I treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Jai Hind. ഓക്കെടാ, താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഇന്ന് വേണമെങ്കിൽ ഇത്ര പേര് ജോയിൻ ആവുന്നുണ്ടാവുള്ളൂ. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾ റെഡി അല്ലേ? ഇവിടെ പ്രസന്റ് അല്ലേ എല്ലാരും? ജോയിൻ ആവാൻ പറ്റുന്നില്ല മെസ്സേജ്.
ഇവിടെ പുതിയതായിട്ട് ഇങ്ങനെ ജോയിൻ ആവുന്നവരെ ഇതിൽ വേറെ റാഫി സാർ കയറ്റാണോ ചെയ്യല്? എനിക്കറിയാം, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതിലെ എല്ലാവരും അപ്രൂവ് ആണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ് ക്ലാസ് നോക്കിയിട്ട് അതിൽ കയറലാണ്. നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ ലിങ്ക് ത്രൂ അല്ലേ കയറുന്നത്? അപ്രൂവൽ കൊടുക്കണോ? അല്ല, ലിങ്കിലല്ല, ക്ലാസ് റൂമിൽ കയറലാണ്. ഇങ്ങനെ ക്ലാസ് റൂം എടുക്കുമ്പോ നിങ്ങൾ അതിൽ ഡയറക്റ്റ് എൻ്റർ ആവോ? ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്താല് ആ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാല് പിന്നെ യെല്ലോ കളറിൽ നിങ്ങൾക്ക് ചേരുമെന്നിട്ട് ജോയിൻ ആവുമെന്നിട്ടുള്ള ഒരു ഇത് വരും, ഓപ്ഷൻസ് താഴെ. അന്നേരം അവിടെ പോയിട്ട് കയറാ ചെയ്യാ. ട്യൂസ്ഡേ അങ്ങനെ ഓരോ ഡേ ഉണ്ടാവും, ആ ഡേയില് നോക്കിട്ട് ജോയിൻ ആവില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? അത് പുതിയ സ്റ്റുഡന്റ് ആണ് പോലെ. റാഫി സാറിനെ കാണാനില്ല. ഇങ്ങനെ അപ്ഡേഷൻ വരൂല, അപ്പൊ ലിങ്ക് അയച്ചു കൊടുക്കല്. ക്ലാസ് സ്റ്റാർട്ട് ആവുമ്പോൾ നോട്ടിഫിക്കേഷൻ വരലുണ്ട്. അപ്പൊ അതിൽ നോക്കിയാൽ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ആവും. ചിലവർക്ക് അത് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നാള്. അപ്പൊ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോ ആ ലിങ്കിൽ കയറുമ്പോഴാണ് അവർക്ക് കയറാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട സെയിം ലിങ്ക് തന്നെ അല്ലേ? അത് ഈ ചൈൽഡ് സൈക്കോളജിന്റെ ലിങ്ക് ഉണ്ടാവും, അത് അതിൽ കയറാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു കയറാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണല്ലേ പറഞ്ഞേ? നിങ്ങൾ സമ്മറൈസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എന്നൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ അന്ന് പറയാത്ത ആർക്കെങ്കിലും, അന്ന് പറയാൻ പറ്റാത്ത ആർക്കെങ്കിലും ഇപ്പോൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാട്ടോ. എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ചിട്ട് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറയാണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ചിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ആരും ഇൻട്രസ്റ്റഡ് അല്ലേ? സംസാരിക്കും, നമുക്കൊന്ന് സംസാരിച്ച് പോണെന്ന്. അന്ന് സംസാരിക്കാത്ത ആരെങ്കിലും, ക്ലാസ് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഇപ്പൊ പുതിയതായിട്ട് ക്ലാസ്സിൽ വന്നവർക്കൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. ആരുമില്ല? ഞാൻ വിളിക്കട്ടെ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആവും, എൻഗേജ് ആക്കും ക്ലാസ്. Hello. ഓക്കെടാ. Good afternoon, ma'am. Mariana. സംസാരിച്ചു. Educational psychology is a branch of psychology that studies how people learn and how teaching can be made more effective. Actually, it applies. There are some psychological principles. It improves learning and teaching methods, student motivation, classroom management, and assessment. Some of the key areas we get it's learning. To examine that how the students acquire knowledge or skills through some theories such as behavior and development area, and only this much, ma'am.
പറഞ്ഞോടാ പറഞ്ഞോ, പ്രശ്നമില്ല. ഹലോ മരിയ. Ma'am. Hello. Hello. ഹലോ പറഞ്ഞോ. Ma'am, അത് കട്ട് മാം കട്ടായി പോയി ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. Development area students physical, cognitive, emotional and social growth ആണ് നമ്മൾ നോക്കണേ. Motivation it examines like to encourage students to learn and achieve their goals. Intelligence and individual difference, it recognizes the students have different abilities for learning styles and their needs. Assessment, evaluation, they use some tests and other methods to measure their learning process, otherwise the progress or achievements what they have doing in the classroom. Classroom management, they focus against on the creating as a positive view and effective learning environment. Very good. Psychology, main important things, it helps the teacher understand the students learning needs, and it improves the teaching methods and the strategies, and it supports students different learning abilities and the academic performance, motivation, it enhance the motivation. It promotes a healthy social and emotional development. As a conclusion, it helps the teachers and educators to understand how students learn and develop by applying psychological principles. It improves teaching and outcomes and supports the overall growth of learners. Thank you, ma'am. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? സംഭവം കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു 2 മാർക്കിനോ ഒരു 5 മാർക്കിനൊക്കെ വന്നാൽ എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടോ? കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറൈസ് ചെയ്തിട്ട് ഒരു 3-4 പേരൊക്കെ പറഞ്ഞു തോന്നുന്നു. അവർക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എഴുതിയാൽ മതി. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് അടുത്തത് തുടങ്ങാം അല്ലേ? അടുത്ത ഒരു ടോപ്പിക്ക് പറയാൻ പോവാണ്. അതായത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ. അതായത് സെയിം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഒരു സംഭവത്തിന്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇങ്ങനൊരു മൊഡ്യൂളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞല്ലോ എഡ്യൂക്കേഷണൽ സൈക്കോളജി മെയിൻ ആയിട്ട് എന്താ ഫോക്കസ്, എന്താണ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ബിഹേവിയേഴ്സും അതേപോലെ ടീച്ചേഴ്സിന് അവരുടെ ഓൺ ബിഹേവിയേഴ്സിനൊക്കെ എന്താണ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുമാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ ഒരുപാട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റുകളും ആപ്ലിക്കേഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ് അപ്ലൈഡ് സൈക്കോളജി കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ട്, അതേപോലെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്, ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ, പാരന്റ് സ്റ്റുഡന്റ് റിലേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നേച്ചറാണ്. അതായത് ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ എന്തൊക്കെയാണെന്ന് പറയുന്നത്, അതിൽ ഒരു 12 പോയിന്റ്സ് പറയുന്നുണ്ട്. നമ്മള് നേച്ചർ മാത്രമായിട്ട് ഒരു 12 പോയിന്റ്സ്. ഞാൻ ഈ 12 പോയിന്റ്സ് പറയും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. എത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് എന്താണ് ഞാൻ ചോദിക്കും, ഒരു 12 പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരും 2 പോയിന്റ്സ് വെച്ച് പറഞ്ഞോളി കേട്ടോ. നമുക്ക് ആ 12 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടു നോ ദ ലേണർ. അതായത് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ടീച്ചറും ഉണ്ട്, ഒരു ലേണറും ഉണ്ട്. ഒരു ടീച്ചറും ഉണ്ട്, ഒരു സ്റ്റുഡന്റും ഉണ്ട്. അപ്പോൾ
എന്താണ് ഇതിൽ നേച്ചർ ആയിട്ട് ഒരു പോയിന്റ് പറയുന്നത് ടു നോ ദ ലേണർ, അതായത് സ്റ്റുഡന്റിനെ അറിയാന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ടു നോ ദ ലേണർ. സെക്കൻഡ് പോയിന്റ് ഞാൻ ഫസ്റ്റ് 12 പോയിന്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു പോവാണ്, എന്നിട്ട് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ പോരെ? ഫസ്റ്റ് പോയിന്റ് ടു നോ ദ ലേണർ ആണ്. സെക്കൻഡ് പോയിന്റ് ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് എക്സ്പീരിയൻസിന്, അതായത് ഒരു സ്റ്റുഡന്റിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാം, അതിനൊക്കെ ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. നമ്മൾ നേച്ചർ ആണ് പറയുന്നത്, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഫസ്റ്റ് പോയിന്റ് ടു നോ ദ ലേണർ, സെക്കൻഡ് പോയിന്റ് ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്, തേർഡ് പോയിന്റ് ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്. ടു റെക്കമെൻഡ്, അതായത് ടീച്ചിങ്ങും ലേണിംഗും എന്ന് പറയുന്നത് എന്താണ്, ഒരു കൈൻഡ് ഓഫ് ആർട്ടാണ് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് തേർഡ് പോയിന്റ് ആയിട്ട്, ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. എഴുതുന്നില്ലേ നിങ്ങള്? എഴുതല്ലേ? മിസ് സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? സെക്കൻഡ് പോയിന്റ് ടു ഓർഗനൈസ് ദ എക്സ്പീരിയൻസ്. ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. Third point is to recommend the art of learning and teaching process. Fourth point, to prepare learning environment situation. To prepare learning environment situation. Fourth point. In fifth point is to know the teacher. To know the teacher. In sixth point, to study human behavior. To study human behavior. എവിടെങ്കിലും സ്റ്റെക്കായി ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചോ. To study the human behavior. In seventh point, to study the growth and development of child. To study the growth and development of child. Eighth point, to know the mechanism of heredity and environment. To know the mechanism of heredity and environment. Ninth point, to assess the development of personality. To assess the development of personality. Tenth point, to study individual difference. നമ്മൾ മറ്റേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ ബ്രീഫ് ആയിട്ട്, അതൊക്കെ ഓരോ പോയിന്റ് ആയിട്ട് പറയാണ് കേട്ടോ അതില്. ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇനി അടുത്തത് ടു സ്റ്റഡി ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ടു സ്റ്റഡി ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ടു റെൻഡർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. To render guidance and counseling. 12 points ആണ്. ഇത് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ?
8th വൺ ഒന്നും കൂടി പറയോ? 8th one. To know the mechanism of heredity and environment. എല്ലാവർക്കും എല്ലാതും കിട്ടിയോ? ട്വൽവ് പോയിന്റ്സ് ഉണ്ട്. 12 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, എന്നാ ഒരു 2 പോയിന്റ്സ് വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയും. മീൻസ് ജസ്റ്റ് വായിച്ചിട്ട് അതിന്ന് എന്താണ് തോന്നുന്നത് പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ് നമ്മൾ ടു നോ ദ ലേണർ. ആ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തായിരിക്കും ആ പോയിന്റിന്റെ ഒരു നേച്ചർ എങ്ങനെ നമ്മൾ പറയാ? ടു നോ ദ ലേണർ എന്ന് പറയുമ്പോൾ കുട്ടികളെ മനസ്സിലാക്കുക. അങ്ങനെ ഇപ്പൊ ആര് സംസാരിച്ച അങ്ങനെ രണ്ട് പോയിന്റ് അങ്ങനെ പറയോ? ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ലേണിംഗ് എക്സ്പീരിയൻസ് ഓർഗനൈസ് ചെയ്യാൻ നന്നാക്കുക, അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ, അതായത് ഗുഡ് ആയിട്ട് ബാഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവാം. അതിനൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് എവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതാണ് അത് പറയുന്നത്. അടുത്ത ഒരാൾ പറയൂ 2 പോയിന്റ്. മർസീനാനെ പോലെ ചാടിക്കേറി വരി. To prepare learning environment situation. ഓക്കെ, അടുത്തത്. അതായത് കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. ലേണിംഗ് ടീച്ചിങ് പ്രോസസ് അല്ലേ? അതായത് റെക്കമെൻഡ് ചെയ്യാം എങ്ങനെ പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ ടു നോ ദ ടീച്ചർ. 2 പോയിന്റ്. അതായത് ടീച്ചറിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ. ഓക്കെ, വെരി ഗുഡ് ഹുസൈന. ഇനി അടുത്ത ആള് 2 പോയിന്റ്. ഹ്യൂമൻ ബിഹേവിയർ. അതല്ലേ മിസ് പറയണ്ടേ? അതെ. അത് എന്താ മനുഷ്യന്റെ ഒരു പെരുമാറ്റത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. കുട്ടികളുടെ വളർച്ചയും അവരുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയാൻ പറ്റും. വെരി ഗുഡ്. അടുത്ത ആള്. അടുത്ത ആരാ പറയുന്നേ? ഫർസാന പറഞ്ഞോ. ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. കുട്ടിയുടെ വളർച്ചയും വികസനവും മനസ്സിലാക്കും. പിന്നെ ടു നോ ദ മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. പരിസ്ഥിതിയും കുട്ടികളുടെ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മൾക്ക് നോളേജ് ഒക്കെ ഉണ്ട്. അടുത്ത ആള്. ആരാ? ഞാൻ വിളിക്കാം. To assess the development of personality. അത് വ്യക്തിഗത ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കുക. അസസ്മെന്റ് ചെയ്യാൻ ഡെവലപ്മെന്റ് ഒക്കെ മെഷർ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുക. അടുത്ത ഫായിസ അല്ലേ ഇപ്പൊ പറഞ്ഞത്? എനിക്കുണ്ടായിരിക്കും ഫായിസ, കണ്ണൂര്. അടുത്ത to prepare learning environment situation. എങ്ങനെ? To prepare learning environment situation.
അത് പഠിക്കുന്ന കുട്ടിക്കും അധ്യാപകനും ഇടയിലുള്ള നല്ല പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അടുത്ത് നമ്മൾ പോയിന്റ് ആയിട്ട് പറഞ്ഞത് സ്റ്റഡി ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് അല്ലേ? ലാസ്റ്റ് പോയിന്റ് ഒരാൾ പറയോ? പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഗൈഡൻസും കൗൺസിലിങ്ങും അല്ലേ? കുട്ടിക്ക് എവിടെയാണോ വീക്ക് ആവുന്നത് അവിടെ ഒരു ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുക. അതേപോലെ എന്താണ് ഒരു കൗൺസിലിംഗ് ലെവലിക്കൊക്കെ, അതായത് എന്താണ് ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയോ അതായത് വീട്ടിലെന്തെങ്കിലും ഡിഫിക്കൽറ്റിയോ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, കൗൺസിലിംഗ് എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് അതിന്റെ നേച്ചർ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ സംഭവം എന്താണ്? അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന സാധനം, അതായത് അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് സിറ്റുവേഷൻ, അവരുടെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇന്റലിജൻസ്, ഈ സംഭവം തന്നെയാണ്. അതായത് സ്റ്റുഡന്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കുക, ടീച്ചർ എങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ള മെത്തേഡ്സ് ഒക്കെ മനസ്സിലാക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ നേച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നില്ലേ? ഒരു ബോർ അടിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല മിസ്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടല്ലേ ഇരിക്കണേ? അതെ അതെ. ഞാൻ കുറച്ച് സ്പീഡാകെ മിസ്സിനെ കാണാത്തോണ്ട് ചെറിയൊരു വിഷമമുണ്ട്. എങ്ങനാ മിസ്സിനെ കാണാത്തോണ്ട് ചെറിയൊരു വിഷമമുണ്ട്. എന്നെ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. ഞാൻ ക്യാമറ ഓണാടാ. എനിക്ക് കാണുന്നില്ല. എന്നാ ഞാൻ ഒന്ന് ലീവായിട്ട് വരട്ടെ ഒന്നും കൂടിയും. ഓക്കെടാ. ഞാനേ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് ഇഷ്യൂ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ വൈഫൈ ഒക്കെ വെച്ച്. എനിക്ക് ഇന്നെ കാണുന്നില്ലേ? അപ്പൊ ഓക്കെ, ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം ഇടയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ? ഓറാവൂല്ലേ? അടുത്ത നമുക്ക് നേച്ചർ പറയാം. നേച്ചർ ഇപ്പൊ കാണുന്നുണ്ട്. ഹാപ്പി അല്ലേ? എന്നെ കണ്ടില്ലേ? എനിക്ക് എന്താണ് കോളേജ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു സാറ്റർഡേ. ഞാൻ പഠിച്ചത് പൊള്ളാച്ചിയാ, കോയമ്പത്തൂർ ഭാഗത്ത്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ട്രാവൽ ചെയ്തതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഒരു തലക്കൊരു എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മോന് പനിച്ച് കുറച്ച് കിടക്കുക, അവനിപ്പോൾ അപ്പുറത്തുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ വെച്ചത്, അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ അതിൻ്റെ ഒരു ഓഫാണ് ഞാൻ. അപ്പൊ അത് ക്ലാസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണേ. അപ്പൊ നമുക്ക് നേച്ചർ പറയാം. നേച്ചറിൽ നമ്മൾ 12 പോയിന്റ്സ് പറഞ്ഞു. ടു നോ ദ ലേണർ, to organize the learning experience, to recommend the art of learning and the teaching process, to prepare learning environment situation, to know the teacher, to study human behavior, to study the growth and development of child, to know the mechanism of heredity and environment, to assess the development of personality, to study individual difference, to study intelligence and measurement, to render guidance and counseling. ഇത്ര 12 പോയിന്റ്സ് ആണ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ടു നോ ദ ടീച്ചർ അല്ലേ? അപ്പോൾ ടു നോ ദ ലേണർ അല്ലേ? ലേണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ കേസിൽ ലേണർ ആരാണ്? എത്ര ഏജിൽ വരുന്നവരാ മോണ്ടിസോറിയില്? 3 to 6. 3 to 6 ആണ്. അതായത് അവരുടെ ഒരു പാരന്റ്സ്, കെയർ ഗീവേഴ്സ് എന്നുള്ള ഒരു ഇതിന്ന് അവര് പുറത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എന്താണ് അവര് എന്ത് മനസ്സിലാക്കണം? നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മുടെ ലേണർ തന്നെ ആയിരിക്കണം. കാരണം അവര് എന്ത് സിറ്റുവേഷനിൽ വരുന്നവരാണ്, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ കാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാം. അതായത് ഒരു ലേണറിനെ കുറിച്ചിട്ട് നമ്മൾ എത്രത്തോളം നോളജബിൾ ആവുന്നോ
അത്രത്തോളം അത് നമ്മുടെ ടീച്ചിങ് പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് അവിടെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആ സ്റ്റുഡന്റിൽ വരുത്താൻ പറ്റൂല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്റ്റുഡന്റിന്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട്, അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്, ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്, പേഴ്സണാലിറ്റി, അവരുടെ ഫാമിലി, അങ്ങനെ ഈ സ്റ്റുഡൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് അവര് ഇപ്പോ ഓരോ സ്റ്റേജസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നവരാണല്ലേ. അവർ എന്താണ് ഇതിൽ കുറേ സ്റ്റേജസ് നമ്മൾ ഓരോ സൈക്കോളജിസ്റ്റിൻ്റെയും വേറെ വേറെ സ്റ്റേജസ് ഉണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്കിലും അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അവരെന്താണ് അവരുടെ ഇമോഷണൽ, ഫിസിക്കൽ, സോഷ്യൽ, ഇന്റലിജൻസ്, അങ്ങനെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും എന്ത് നടക്കുന്നുണ്ട്, ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ആ കുട്ടിയുടെ ഒരു ലെവൽ ഓഫ് ആസ്പിറേഷൻ, ആ കുട്ടിക്ക് എന്താവണം, അവിടെ ആ കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് അവരുടെ കോൺഷ്യസ് ആയിട്ടുള്ളതും അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചിട്ടും അവരുടെ തോട്ട്സിനെ കുറിച്ചിട്ടും നമ്മൾ എന്തായിരിക്കണം, നമുക്കൊരു അറിവുണ്ടായിരിക്കണം. നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കണം, അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലേണർ ആണ്. ലേണർക്ക് എന്തുണ്ട്, എന്താണ് കുറേ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, സോഷ്യോ എക്കണോമിക്, എല്ലാതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ വീക്ക് ഏരിയ, സ്ട്രെങ്തൻ, അവരുടെ സ്ട്രോങ് ഏരിയാസ്, അതേപോലെ അവരുടെ പൊട്ടൻഷ്യാലിറ്റി, കാപ്പബിലിറ്റീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് വേണം, ടീച്ചർക്ക് ഒരു അവയർനെസ്, ഒരു നോളേജ് വേണം എന്നുള്ളതാണ്. അതേപോലെ അവരുടെ ഡെവലപ്മെന്റൽ ഏരിയസ്, ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുന്ന അവരുടെ ചേഞ്ചസ് ഇല്ല, അവരുടെ ഫിസിക്കൽ, അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള കുറേ ഏരിയസിൽ അവർക്ക് എന്ത് വരും, അവരുടെ ഇമ്പ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അവർ ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു അവയർനെസ് വേണം. അതേപോലെ അവരുടെ ഇൻട്രസ്റ്റ് എന്തിനാണ്, അവരുടെ സ്കിൽ എന്തിനാണ്, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം. അതാണ് പറയുന്നത് എന്ത്, ടു നോ ദി ലേണർ. ഓക്കെ, അടുത്തത് പറയുന്നത് ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് എന്താണ്, ഓരോ കുട്ടിക്കും ഓരോ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ആസ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതിൻ്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതായത് അവരുടെ കഴിവിനും അവരുടെ സ്കില്ലിനും എബിലിറ്റീസിനും അവരുടെ കുറവുകൾക്കും ഒക്കെ എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതായത് അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് അവരിൽ കാണുന്ന ഒരു സ്റ്റേജ് ആണത്. അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളവിടെ സ്യൂട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലൂടെ അവർക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കണം, ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ അവർക്ക് അവിടെ എന്തുണ്ടാകുക, ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. അതായത് പഠിക്കാൻ പോകുമ്പോഴുള്ള ഒരു ഇഷ്ടവും താല്പര്യവും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് ഉണ്ടാവുള്ളൂ, ഓരോ ഇൻഡിവിജ്വലിനും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ലേണറിൽ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരു നല്ല അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അടുത്തത് പറയുന്നത് ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്. ഞാൻ പറഞ്ഞു ടീച്ചിങ്ങും ലേണിംഗും എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടാണ്, ഒരു കൈൻഡ് ഓഫ് ആർട്ടാണ്. അപ്പോൾ എന്താണ് അവിടെ ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതും സ്റ്റുഡൻറ് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടോ അതൊക്കെ റെക്കമെൻഡ് ചെയ്യുക, അവരുടെ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടോ അത് പറയാം. അതേപോലെ ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതിൽ അവർക്ക് തന്നെ എന്താണ് ഒരു കൺക്ലൂഷനിൽ എത്തണം. കാരണം ഇങ്ങനെ പഠിപ്പിച്ചാൽ അവരിൽ നല്ല മാറ്റം ഉണ്ടാവോ, അവർക്ക് പോസിറ്റീവ്ലി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കും, അവർക്കത് പഠിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതായത് ടീച്ചിങ് എങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ ഐഡിയാസ് ട്രിക്സ് കൊടുക്കണം എന്നുള്ളത് ടീച്ചർക്ക് ഒരു അറിവുണ്ടായിരിക്കണം.
അതേപോലെ സ്റ്റുഡൻസിന് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സംഭവം പറയാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരു പോസിറ്റീവ് ടീച്ചിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം എന്നാണല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ ഈ ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ പറയുന്നത് ഒരു കാര്യമാണ്, ഈ ലേണിംഗ് പ്രോസസ്സിൽ എന്തുണ്ടാവും, ലേണിംഗ് മാത്രമല്ല ഫോർഗെറ്റിങ്ങും നടക്കുന്നുണ്ട് അല്ലേ. കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ മറക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഫോർമാറ്റ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ ഒരു സംഭവം പറയുമ്പോൾ അത് നമ്മൾക്ക് അറിയുന്ന വേറൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ പലരും. അതേപോലെ ഇപ്പോൾ വലിയ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രോസസ്സിന്റെ കുറേ സ്റ്റെപ്പുകൾ തന്നിട്ടാണ്. അപ്പോൾ ആ സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ഓരോ സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്തിട്ട് നമ്മളൊരു വേർഡ് ഉണ്ടാക്കി എന്നിട്ട് പഠിക്കൂലേ. അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ? കുറേ സംഭവങ്ങൾ പഠിക്കാണ്ടാവും, അല്ലെങ്കിൽ കുറേ ഓതേഴ്സിനെ പഠിക്കാണ്ടാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കും. റെയിൻബോന്റെ എല്ലാം വിബ്ജി ഓറെല്ലാം പഠിച്ച പോലെ. യെസ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനത്തെ എന്താണ് കോൺസെപ്റ്റ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ അവർക്ക് പ്രോബ്ലം സോൾവിങ്ങിനും അതിനും അതേപോലെ ഇവരെ പഠിപ്പിക്കുക മാത്രമല്ല, ഇത് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും, അതായത് നമ്മളൊരു സംഭവം പറഞ്ഞു കൊടുക്കുക അതിനെ ട്രാൻസ്ഫർ ചെയ്യാനും കൂടെ ഉള്ള ഒരു എബിലിറ്റി നമുക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അതായത് ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സിലാണ് ഇത് പറയുന്നത്. എന്താണ് ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതും സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അതായത് ടീച്ചേഴ്സിന് കുറേ ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, സ്റ്റുഡൻസിനും അതേപോലെ കുറേ ട്രിക്സും കാര്യങ്ങളും ഒക്കെ അവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഇതില് ലേണിങ്ങിന്റെ കൂടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫോർഗെറ്റിങ്ങും. അപ്പോൾ ഈ ഫോർഗെറ്റിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള കുറേ ഐഡിയാസും കോൺസെപ്റ്റും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ട്രിക്സ് ഒക്കെ നമ്മൾ ഇവിടെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? നമ്മളിപ്പോൾ 3 പോയിന്റ് പറഞ്ഞു. ടു നോ ദ ലേണറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ പോയിന്റ് ഒക്കെ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടു നോ ദ ലേണർ ആർക്കാ പറയാൻ ഇൻട്രസ്റ്റ് ഉള്ള? ആരെങ്കിലും പറയുന്നുണ്ടോ? സംസാരിക്കണോ? എല്ലാരും ഇവിടെ ഇല്ലേ? ഓണല്ലേ? ഓണാക്കിട്ട് ഉറങ്ങുന്നുണ്ടോ? അഫീഫാണോ അലീഫാണോ? അലീഫ, ഷംന, ആമിന ഒക്കെ ഇവിടെ ഇല്ലേ? ഞാൻ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. ഇങ്ങനെ ഇവിടുന്ന് മൈക്ക് ഓൺ ആക്കാൻ ഞാൻ ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ആണോ? ഓക്കെ. ടു നോ ദ ലേണർ ആർക്കും സംസാരിക്കണം തോന്നുന്നുണ്ടോ? ഇതിനേക്കാൾ ഒരു അഡീഷണൽ ഇന്ന പോയിന്റും കൂടെ ചേർക്കാമെന്ന് പറയണോ? ഓക്കെ ആണ് എല്ലാവർക്കും? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പൊ ടു നോട്ട് ദ ലേണർ പറഞ്ഞു, ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞു, ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സ് പറഞ്ഞു. ഇനി അടുത്തത് ടു പ്രിപ്പയർ ലേണിംഗ് എൻവറോൺമെന്റ് സിറ്റുവേഷൻ. ലേണിംഗ് എൻവറോൺമെന്റ് സിറ്റുവേഷൻ എങ്ങനെ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേണിംഗ് എൻവറോൺമെന്റിനെ കുറിച്ചിട്ട്. അതെങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആൻഡ് ഫ്രണ്ട്ലി പറ്റുമോ? അതെ, വെരി ഗുഡ്. അതന്നെയാണ് അതിന്റെ ആൻസർ. അതായത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അതായത് ടീച്ചറും
സ്റ്റുഡൻറ്റുമായിട്ടും അതേപോലെ ഈ കുട്ടി വീട്ടിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവിടെ പാരൻറ്റും ഈ സ്റ്റുഡൻറ്റുമായിട്ടും എന്തുണ്ടാവണം, ഒരു നല്ല എൻവിറോൺമെന്റ് ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു ലേണിംഗ് എൻവിറോൺമെന്റ് അത്രയും നന്നായാലുള്ള കുട്ടിക്ക് അവിടെ ഒരു എന്തുണ്ടാക്കാൻ പറ്റുക, ഒരു ഗുഡ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൂ. ഓക്കെ, ഫ്രണ്ട്ലി. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലേണിംഗ് എൻവിറോൺമെന്റ് ആണ് എന്ത്, ഈ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു വേ എന്ന് പറയുന്നത്. അവർക്കിടയിലുള്ള ഒരു വേ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഗുഡ് ആയിട്ടുള്ള ലേണിംഗ് എൻവിറോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ബെറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഗുഡ് ലേണിംഗ് നടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ല, അവർക്ക് ഒരുപാട് ടൂൾസോ മെറ്റീരിയൽസോ അങ്ങനത്തെ റിസോഴ്സസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പഠിക്കൂല, നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അത് എത്രേ ഉള്ളൂ പറയുന്നത്. അത് ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആവുക, അതേപോലെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുക, കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റിസോഴ്സസും ടൂൾസും ഒക്കെ അവിടെ അവർക്ക് കൊടുത്തിരിക്കണം, മെറ്റീരിയൽസ് ഒക്കെ. പിന്നെ നമ്മൾ ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്താലേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും പറ്റുക. കാരണം ഇപ്പം അങ്ങനത്തെ ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആവണം എന്നുള്ളതും അവിടെ നിർബന്ധമാണ്. അതേപോലെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും എങ്ങനെ ഇരിക്കണം, ഒരു പോസിറ്റീവ് വൈബിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇത്രയാണ് ഇതിൽ പറയുന്നത്, ടു പ്രിപ്പയർ ലേണിംഗ് എൻവിറോൺമെന്റ് സിറ്റുവേഷനിൽ പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിലും നമ്മൾ എന്തുണ്ടാവണം, നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം. അതായത് ചില സ്റ്റുഡൻസിന്റെ ബിഹേവിയർ മറ്റു സ്റ്റുഡൻസിലെ ഒരു ബാഡ് ഇമ്പാക്റ്റും അവർക്ക് സ്കൂളിനോടുള്ള ഒരു ദേഷ്യവും മടുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിലൊക്കെ നമ്മൾ ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. അടുത്തത് പറയുന്നത് ടു നോ ദ ടീച്ചർ എന്നാണ്. ടീച്ചറിനെ അതെന്തുകൊണ്ടായിരിക്കും ടു നോ ദ ടീച്ചർ? ടീച്ചറിനെ ഇവിടെ നേച്ചറായിട്ട് പറയാൻ എന്തായിരിക്കും കാരണം? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ആരെങ്കിലും സംസാരിക്കുമോ? ടീച്ചർ നല്ലതല്ലാന്നുണ്ടെങ്കിൽ, അതായത് ടീച്ചർ ബിഹേവിയർ ഒന്നും നല്ലതല്ലാന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയ ടീച്ചേഴ്സിനെയാണ് കുട്ടികൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ ടീച്ചേഴ്സ് ആണ് സ്റ്റുഡൻസിന്റെ ബാക്ക് ബോൺ എന്നാണ് നമ്മൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്. ഫൈസ ഷെറി ഇവിടെ 2 ഫൈസ ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഫൈസ മോളും ഫൈസ ഷെറിനും ഉണ്ട് അല്ലേ? അതെ, ടീച്ചറാണ് എന്ത് പറയുന്നത്, സ്റ്റുഡൻസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവണം, ടീച്ചർക്ക് അവരുടെ ഓൺ സെൽഫിനെ കുറിച്ചിട്ട്, അതായത് അവരുടെ സെൽഫിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും അതേപോലെ ആ ലേണിംഗ് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും ഈ കുട്ടിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, പല ബിഹേവിയേഴ്സ് കാണിക്കും, പല സ്കില്ല് കാണിക്കും. ആ ഒരു ക്ലാസ് റൂമിൽ കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, കുറെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സംഭവങ്ങൾ ഇൻസിഡൻസ് ഒക്കെ നടക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ടീച്ചർക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ അവെയർ ആവുക, ഇതിലൊക്കെ ആക്റ്റീവായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ പറയുന്നത് ടീച്ചറാണ് ബാക്ക് ബോണ്. അതേപോലെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ടീച്ചറിന്റെ റോളിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ ടീച്ചറുടെ ഈ സെൽഫിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ടീച്ചിങ് എൻവിറോൺമെന്റ്, ഒരു ടീച്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ അവരുടെ ബിഹേവിയർ, അഡ്ജസ്റ്റ്മെന്റ്, ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, പിള്ളേരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആങ്സൈറ്റി, പ്രോബ്ലംസ്, അവരുടെ ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ ഇന്റലിജൻസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്തുണ്ടാവണം, ഒരു അവയർനെസ് ഇവിടെ ഉണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്, ടു നോ ദ ടീച്ചറിൽ പറയുന്നത്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ, അപ്പോഴാണ് ആ ടീച്ചർ എന്നുള്ള ഒരു ലെവലില് ആ റോളില് നമ്മൾ സക്സസ് ആവുള്ളൂ. ഒരു ടീച്ചർ ഇപ്പോൾ ഒരു കുട്ടിയുടെ
ആ കുട്ടി ക്ലാസ്സിൽ കുറച്ച് ബാഡായിട്ട് ബിഹേവ് ചെയ്യേ അല്ലെങ്കിൽ അത്ര ഇന്റലിജന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയൊക്കെ കണ്ടുവന്നിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഇതിനെ കുറിച്ചിട്ട് അവെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഇതിനൊക്കെ ഒരു ക്വാളിഫൈഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മുടെ സ്കില്ല് കാണിക്കണം. നമ്മളൊരു ക്വാളിറ്റി ഉള്ള ടീച്ചർ ആവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ട്രൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അതായത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ബിഹേവിയർ എന്തുകൊണ്ട് അതിനെ കാണിച്ചു എന്നതിനെ കുറിച്ചിട്ടൊക്കെ ടീച്ചർ അവെയർ ആവണം. അതുകൊണ്ടാണ് അവരെ നമ്മൾ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ടീച്ചർ ഈസ് ദ ബാക്ക് ബോൺ എന്നാണ്. പിന്നെ അടുത്ത് പറയുന്നത് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. ഇത് പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ എന്ന്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇപ്പം എന്താ തോന്നുന്നത്? ഈ ഹ്യൂമൻ ബിഹേവിയറിൽ നമ്മൾ എന്താ പഠിച്ചത്? കുട്ടിന്റെ സ്വഭാവങ്ങൾ, കുട്ടി എങ്ങനെ പെരുമാറുന്നത്, പിന്നെ അതുപോലെ അവരെ ബാക്ക്ഗ്രൗണ്ട്, അവർ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി ഒരിക്കലും പറയണ്ടോ? അത് ശരിയാണ്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ ആക്ഷൻസും ഒരു സംഭവത്തിനോടുള്ള റിയാക്ഷൻസും ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ആക്ഷൻസിലും റിയാക്ഷൻസിലും നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്? മോഡിഫിക്കേഷൻസും ഡെവലപ്മെന്റും അതിനെ എവിടെ സ്ട്രെങ്തൻ ചെയ്യണം, എവിടെ വീക്കൺ ചെയ്യണം, എവിടെ സപ്പോർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അവെയർ ആവുക. അതേപോലെ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കുക. അവരെ നല്ലൊരു ബിഹേവിയർ കാണിക്കാൻ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാനുള്ള ഒരു സപ്പോർട്ടും ഹെൽപ്പൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ടു സ്റ്റഡി ദ ഹ്യൂമൻ ബിഹേവിയർ പറയുന്നത്. അതായത് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നതിലൂടെ നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിച്ചിട്ട് അവിടെ എന്ത് കൊണ്ടുവരണം? നല്ല മോഡിഫിക്കേഷൻസും ഡെവലപ്മെന്റ്സും കൊണ്ടുവരണം. അത് എങ്ങനത്തെ ആയിരിക്കണം? പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. അവിടെ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ വീക്കൺ ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ളതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്ലി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് ഇതിൽ പറയുന്നതാണ്, ഈ ലേണിങ്ങിൽ തന്നെ നമ്മളൊരു ബിഹേവിയറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ടോക്കൺ എക്കണോമി എന്ന് പറയും. അതൊരു നമ്മൾ സംഭവം തന്നെ നമ്മൾ കാണിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും അധികം കാണിച്ചിട്ടുണ്ടാവും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുഡ് മാർക്ക് കാണിക്കുമ്പോൾ, ഇപ്പോൾ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്, അപ്പോൾ ഇന്ന് ഗുഡ് ബിഹേവിയർ കാണിച്ച് ഇന്ന് എഴുത്ത് കഴിഞ്ഞോ, ഒന്ന് എനിക്കൊരു സ്റ്റാർ. ഇത് 5 ദിവസം കഴിഞ്ഞാൽ എന്താവും? 5 സ്റ്റാർ കിട്ടിക്കും. പക്ഷെ അതൊരു ടോയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പരിപാടി, അതായത് ഇന്ന് ഞാൻ പുറത്തു കൊണ്ടുപോകും, ഞായറാഴ്ച ആയ ഞാൻ പുറത്തു കൊണ്ടുപോകും. 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുപോകും, 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന സാധനം വാങ്ങിച്ചു തരും. അങ്ങനെ കുട്ടികളെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരില്ലേ. അപ്പൊ എന്താവും? കുട്ടികളുടെ ആ ബിഹേവിയർ, അതായത് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, ഇത് ചെയ്യണം, ടൈമിന് ചെയ്യുക, കറക്റ്റ് വർക്ക് ചെയ്യുക, കറക്റ്റ് കാര്യങ്ങൾ ചെയ്താലേ ഒരു സ്റ്റാർ, അങ്ങനെ കൊടുത്താൽ എന്താവും? നമുക്ക് ആ ഒരു ബിഹേവിയറിനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ടീച്ചേഴ്സിനും അങ്ങനെ ചെയ്യാലോ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കുക, എന്നിട്ട് ഇത്ര വീക്ക് കഴിഞ്ഞാൽ അത് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമൻ സ്റ്റഡി സ്റ്റുഡൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക, അതിൽ വേണ്ട ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത്. അത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ 6 പോയിന്റ് പറഞ്ഞു കേട്ടോ. ഈ 6 പോയിന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതായത് ഞാനിപ്പോ ഒരു പോയിന്റ് ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾ പറയൂ അതിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആണോ എന്ന് അറിയണം. ഇതിപ്പോ എനിക്ക് നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയോ? നിങ്ങൾക്കിപ്പോ 12 പോയിന്റ് ഇന്ന് എടുക്കണോ, അതോ 6 പോയിന്റ് പറഞ്ഞിട്ട് അത് നിങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? എന്താ വേണ്ടേ? നിങ്ങൾ പറയുന്ന പോലെ. ജസ്രീഫ ഓക്കെ ആണല്ലേ പറയാന്? ഞാനൊരു പോയിന്റ് ചോദിക്കാം.
ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? ആറ് പോയിന്റ് ഒന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് ബാക്കി 6 പോയിന്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ മതി. നിങ്ങൾ ഓക്കെ ആണോ? അതോ ഒരുപാട് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കണോ, അതോ ഇന്ന് 6 ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി 6 പിന്നെ ഡിസ്കസ് ചെയ്താൽ മതിയോ? അതായത് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ഡിസ്കഷനിൽ ബാക്കി 6 പോയിന്റ്സിൽ നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറയും, ബാക്കി ഞാൻ പറയും. ഞാൻ പറയട്ടെ മിസ്സേ, ഓർഗനൈസ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതായത് നമ്മൾക്ക് ലേണിംഗിൽ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക്. അതൊരു നല്ലൊരു അനുഭവമാക്കി മാറ്റണം. അല്ലാതെ അവർക്ക് എന്തെങ്കിലും സ്കൂളിലൊക്കെ പോയാൽ എന്തെങ്കിലും നേടി എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരണം. അല്ലെങ്കിൽ അവർക്ക് അതിനോട് മടുപ്പും കാര്യങ്ങളൊക്കെ വരും, ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലാതായി പോവും. പുതിയത് എന്തെങ്കിലും അറിയാം, അതുപോലെ ഫ്രണ്ടിനായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റിയാൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അതിലൂടെ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് സ്കൂൾക്ക് വരാനും ആ ഒരു ഉപയോഗം ചെയ്യാനൊക്കെ ഉണ്ടാവും. അങ്ങനെയാണോ? വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ്. അതായത് അവരുടെ ഗ്രോത്തിനും അവരുടെ ഡെവലപ്മെന്റ്സിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം. അല്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് നമുക്ക് അവരുടെ ഒരുപാട് നല്ല ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടി സാറ്റിസ്ഫൈഡ് ആവണോടത്താണ് നമ്മൾ സക്സസ് ആവുന്നത് നമ്മൾ പഠിപ്പിക്കുന്നതിൽ. ഓക്കെ, ഇനി അടുത്തതാരാ പറയുന്നേ? അടുത്തതാരാ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇറങ്ങിയെന്നുണ്ടോ? ഞാൻ വിളിക്കാണോ? ഇന്ന് 6 പോയിന്റ്സ് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? എല്ലാം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പോവാം. നമുക്ക് അല്ലെങ്കിൽ അടുത്തതിൽ നിങ്ങൾ ബാക്കി 6 പോയിന്റ്സ് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു 6 പേര് ഇങ്ങനെ പറയാനൊക്കെ റെഡി ആയിട്ട് വാ. അത് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് വേറൊരാൾ പറയാം. ആര് പറയുന്നേ? ടു നോ ദ ലേണർ. അതിനെ കുറിച്ചിട്ട് ആരാ പറയുന്നേ? നാജിയ ഉണ്ടോ ഇവിടെ? നാജിയ ആര്? ഹലോ, കേൾക്കുന്നുണ്ടോ? മുസ്ലിം. ഓക്കെ, പറഞ്ഞു. ടു നോ ദ ലേണർ എന്ന് വെച്ചാൽ വിദ്യാർത്ഥിയെ മനസ്സിലാക്കുക, വിദ്യാർത്ഥിയെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അവരുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡ്സും എല്ലാം അറിഞ്ഞുകൊണ്ട് ടീച്ചർ അവരുടെ ഐഡിയക്ക് അനുസരിച്ച് അവരെ കൊണ്ടുപോവുക. അതുപോലെ അവരുടെ ഓരോ ഡെവലപ്മെന്റ്, സോഷ്യലായാലും ഇമോഷണലായാലും ഫിസിക്കലായാലും ആയാലും എല്ലാത്തിലും ടീച്ചറിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഉണ്ടാവണം. അതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി മെയിനായിട്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ ഒരു ടീച്ചർക്ക് അവരെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. ഓക്കെ, അതായത് നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, അവരുടെ എല്ലാ ബിഹേവിയറിനെ കുറിച്ചിട്ടും, കോൺഷ്യസ്ലി അവർ ചെയ്യുന്ന ബിഹേവിയറും അൺകോൺഷ്യസ്ലി അവർ ചെയ്യുന്ന ബിഹേവിയറും, അവരുടെ ബിഹേവിയറും, അവരോട് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളും, അവരുടെ മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യാന്നുള്ളത്. ആ കുട്ടിയുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഇന്റലിജൻസും ഒക്കെ പറഞ്ഞു. വെരി ഗുഡ്. അതൊക്കെ ഉണ്ട് പോയിന്റ്. അവരുടെ ഇന്റലിജൻസ്, ഫിസിക്കൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ മനസ്സിലാക്കുക. അവർ ഏതൊക്കെ ഏരിയയിലാണ് വീക്കണാവുന്നത്, സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എവിടേക്കാണ്, അവരുടെ കോൺഫ്ലിക്റ്റ്, അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണ്, അവരുടെ ഗ്രൂപ്പിലുള്ള ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യാന്നുള്ളത്.
ഓക്കെ, ഇനി അടുത്തത് ആരാ പറയുന്നത്? ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്. ഞാൻ പറയാം. പേര് ഫായിസ ഷിറീൻ. ഓക്കെ. ലേണറിനെയും ലേണിംഗ് എക്സ്പീരിയൻസിനെയും ഡിസൈഡ് ചെയ്തിട്ട് എന്താണ് ഹൗ ടു ടീച്ചർ അല്ലെങ്കിൽ ലേൺ എന്നതിനെ കുറിച്ചിട്ട് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ലേണിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് റിമെമ്പറിങ്, ഫോർഗെറ്റിങ്, ഫോർമേഷൻ ഓഫ് കൺസെപ്റ്റ്, പിന്നെ ചിന്തകള്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നതൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് ടീച്ചിങ്ങും ലേണിംഗും എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളതും എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നത് ഇതിലാണ്. അതേപോലെ ലേണിംഗിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ലേണിംഗിൽ നമ്മൾ ഈ ഫോർഗെറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ്, ലേൺ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഫോർഗെറ്റിങ്ങും നടക്കുന്നുണ്ടല്ലേ. ഫോർഗെറ്റിങ്, ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി പഠിക്കുന്ന കാര്യങ്ങൾ, അവരുടെ തിങ്കിങ്, റീസണിങ്, ഒരു പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യണം, ട്രാൻസ്ഫർ ഓഫ് ലേണിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തത് ടു പ്രിപ്പയർ ലേണിംഗ് എൻവിറോൺമെന്റ് സിറ്റുവേഷൻ. ടു പ്രിപ്പയർ ലേണിംഗ് എൻവിറോൺമെന്റ് സിറ്റുവേഷൻ ആര് പറയുന്നത്? നാജിയ ഉണ്ടോ? ഞാൻ തന്നെ പറയട്ടെ. പറയണ്ട, മിസ്സേ ഞാൻ പറയാം. മൂസിനെ നീ പറയണ്ട. അത് വേറെ മൂസിനാണ് മിസ്. ഇപ്പൊ കൊറേ മൂസിന് ഫായിസി ഒക്കെ ഇതിലെ. ഇനി പറഞ്ഞോ. അതായത് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു മിഡ്വേ ആണ്. ടീച്ചറും കുട്ടികളും തമ്മിലൊരു മിഡ്വേ ആണ്. അവിടെ ടീച്ചർ എത്രത്തോളം ഫ്രണ്ട്ലി ആണ്, അതേപോലെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു എൻവയോൺമെന്റ് സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ്, അതേപോലെ സ്മാർട്ട് ക്ലാസ് റൂം, അതൊക്കെ കുട്ടികൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും, അവരതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ ഈ ഒരു എൻവയോൺമെന്റിലൂടെ മനസ്സിലാക്കാം. നമ്മൾ അവർക്ക് അത്രയും സംഭവങ്ങളും മെറ്റീരിയൽസും ടൂൾസും കാര്യങ്ങളും നമുക്ക് പറ്റുന്നിടത്തോളം റിസോഴ്സസ് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. വെരി ഗുഡ്. ഇനി മൂസിനുണ്ടോ? ഇല്ല, രണ്ടെണ്ണേ ഉള്ളൂ. ഇനി ആരാ ഡബിൾ ഉള്ളേ? സൈദ ഉണ്ട്. സൈദ ഇന്ന് നെജും പറയില്ല. നെജും ആര് സംസാരിക്കുന്നു? സംസാരിച്ചോ? ടു നോ ദ ടീച്ചർ. സ്റ്റുഡൻസിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് ടീച്ചേഴ്സ് അറിയണം. ടീച്ചർ എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സിന്റെയും ബാക്ക് ബോൺ ആണ്. പിന്നെ ബിഹേവിയറിനെ കുറിച്ചിട്ട് ടീച്ചേഴ്സ് അറിയണം. ബെറ്റർ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ കുട്ടികളുടെ ബിഹേവിയർ, അഡ്ജസ്റ്റ്മെന്റ്, കോൺഫ്ലിക്ട്സ്, ആങ്സൈറ്റി, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ ടീച്ചർ അറിയണം. ഇതൊക്കെ അറിഞ്ഞാല് നല്ല ടീച്ചർ ആവാൻ പറ്റും. ടീച്ചറാണ് എന്ത് ബാക്ക് ബോൺ. അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ടീച്ചറിന്റെ റോളാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും അതേപോലെ എന്താണ് ആ ലേണിംഗ് സിറ്റുവേഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. അതേപോലെ അവരുടെ ഓൺ ബിഹേവിയേഴ്സിനെയും അഡ്ജസ്റ്റ്മെന്റിനെയും കോൺഫ്ലിക്റ്റിനെയും അവരുടെ ആൻസൈറ്റി, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അവയർനെസ് വേണം. കാരണം നമ്മളുടെ ബിഹേവിയറും പേഴ്സണാലിറ്റിയും ബാഡ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു
ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇമ്പാക്ട് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, നമ്മൾ അന്നത്തെ മൂഡും കാര്യങ്ങളും ഒക്കെ എന്താണ് നമ്മൾ മാനേജ് ചെയ്യണം. അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് നമ്മൾ വേണം. അതൊരിക്കലും നമ്മളൊരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ പോയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റുഡൻസിനെ മനസ്സിലാക്കുന്നതിലൂടെ സ്റ്റുഡൻസിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസും അതും ഇതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയറും അഡ്ജസ്റ്റ്മെന്റും കോൺഫ്ലിക്റ്റും ഇൻട്രസ്റ്റും ട്രേറ്റ്സും പേഴ്സണാലിറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത് ഏതാന്ന്, ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. ആരെ പറയുന്നു? ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. ആരാണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് സംസാരിക്കാൻ? ഷംനാസ് ഉണ്ട് ഇവിടെ. ഷംനാസ് പറയോ? അഖില പറയോ? അഖില ഉണ്ട് ഇവിടെ. ഇവിടെ ഓണാണോ? ആടാ നെജും സുൽത്താനോ? ഓക്കെ, ഇനി ആരാ പറയുന്നേ? പറയുന്നില്ല. ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ സിമ്പിൾ. മിസ്സേ, ഹലോ മിസ്സേ, ആ പറഞ്ഞോടാ. ഞാൻ ട്രൈ ചെയ്തോക്കാം. ഒരു മിനിറ്റ്. ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ എന്ന് വെച്ചാൽ മനുഷ്യ പെരുമാറ്റം പഠിക്കാനാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രധാന ഇതാണ് പെരുമാറ്റം എന്നുള്ളത്. വിദ്യാഭ്യാസം എന്നുള്ളത് വിദ്യാഭ്യാസവും മനഃശാസ്ത്രവും തമ്മിലുള്ള ഒരു വിശകലനം പോലെയാണ് പെരുമാറ്റത്തെ ഇതാക്കുന്നത്. കാരണം ഒരു വ്യക്തിയോട് നമ്മൾ നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്താൽ മാത്രമേ ഇതിപ്പോ കുട്ടികളോടായാലും നല്ലൊരു പെരുമാറ്റത്തിലൂടെ മാത്രമേ അവരെ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പെരുമാറ്റം അതൊക്കെയാണ് വരുന്നത്. അതെ അതെ, അതായത് നമ്മളെ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ആ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അവിടെ മോഡിഫിക്കേഷൻസും ഡെവലപ്മെന്റ്സും കൊണ്ടുവരികയാണ് അല്ലേ. അതന്നെയാണ് അവിടെ പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ എന്താണ് മനസ്സിലാക്കിയിട്ട് അതിൽ കൊണ്ടുവരേണ്ട പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, അതിലെവിടെയൊക്കെ എന്താണ് പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്താണ് സ്ട്രെങ്തൻ ചെയ്യുക, എന്താണ് നല്ല ബിഹേവിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക, മോശം ബിഹേവിയേഴ്സിനെ വീക്കൻ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ എന്താണ് നമ്മുടെ ബിഹേവിയറും അവിടെ ഒരു ഗുഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തത് നമ്മൾക്ക് ബാക്കിയുള്ള 6 പോയിന്റ്സ് ആണ്. ആ 6 പോയിന്റ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന് ഇത്ര പോയിന്റ്സ് മതിയോ? 6 പക്ക ആയിക്കണോ? ഇന്ന് റെസ്പോണ്ട് ചെയ്യോ? 6 ബാക്കി നാളെ 6 നാളെ മതിയോ? ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് ഈ ക്ലാസ് പോരാ അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? അടുത്തതിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോ. അടുത്തതിൽ മതിയോ ഇപ്പോ? ഓക്കെ മതി. ഓക്കെ ആണ്. എന്താണ് അതായത് നമ്മളിപ്പോൾ 6 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ടു നോ ദ ലേണർ, ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ടു റെക്കമെൻഡ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്, പിന്നെ അടുത്തത് ടു പ്രിപ്പയർ ദ ലേണിംഗ് എൻവറോൺമെന്റ് സിറ്റുവേഷൻ, ടു നോ ദ ടീച്ചർ, ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. ഇങ്ങനത്തെ 6 നമ്മളിപ്പോൾ പറഞ്ഞു. ബാക്കി 6 അല്ല, ടു സ്റ്റഡി ഈ ബാക്കി 6 എന്ന് പറയുമ്പോൾ ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്, to know the mechanism of heredity and environment,
to assess the development of personality, to study individual difference, to study intelligence and its measurement. അടുത്തത് to render guidance and counseling. ഇങ്ങനത്തെ 6 പോയിന്റ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സിമ്പിൾ പോയിന്റ്സ്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു കഴിഞ്ഞ ഒരു 3-4 നമ്മളിപ്പോൾ എത്ര ക്ലാസ് ആയി 3-4 ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കേപ്പബിൾ ആണ്. ഈ 6 പോയിന്റ്സ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ബാക്കിയുള്ള ഒരു 6 പോയിന്റ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പാണോ? ഞങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോരോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിന് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഇല്ലേ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് എത്ര ഗ്രൂപ്പ് ഉണ്ട്? സ്റ്റുഡൻസ് ഓൺലി ഗ്രൂപ്പ് ഒറ്റൊന്നുണ്ട്. അത് ടീച്ചേഴ്സ് ഇല്ല. അതല്ല, നിങ്ങളിപ്പോ സമ്മറൈസ് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രൂപ്പ് 10 പേര് വെച്ചിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതല്ല മിസ് ചോദിക്കുന്നത് തോന്നണേ. ഓരോ ഗ്രൂപ്പിലും 10 പേര് വെച്ചിട്ട് അങ്ങനെ 5 ഗ്രൂപ്പാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിലെ ഓരോ ഗ്രൂപ്പിന്നും ഓരോ പേര് സമ്മറി പറയാ അങ്ങനെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമ്മറി പറഞ്ഞോ? അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്തൂടെ? അടുത്ത ക്ലാസ്സിൽ പറയാൻ ഒരാൾക്ക്. ഓക്കെ, ഈ 6 പോയിന്റില് 6 പോയിന്റിൽ ഇപ്പൊ ഒരു 5 ഗ്രൂപ്പ് അല്ലേ പറഞ്ഞേ? 5 പോയിന്റിൽ 5 ഓരോരുത്തരും എടുത്തോ. നിങ്ങൾ ഗ്രൂപ്പിന്റെ പേരൊന്നും പറയും, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ഞങ്ങളെ ഗ്രൂപ്പ് സൺഷൈൻ ആണ്. സൺഷൈൻ സൺഷൈന് 7th പോയിന്റ് ഓക്കെ ആണ്. സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. സൺഷൈൻ എടുത്തോ. പിന്നെ അടുത്തത് ആരാ? റോസോ? ബ്ലോസം. to know the mechanism of heredity and environment എടുത്തോ. റോസ് എഴുതുന്നില്ലേ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ലേനെ. നിങ്ങൾ എഴുതിക്കണോ? പിന്നെ അതേ പോയിന്റ്സ് അല്ലേ മിസ്സേ പറഞ്ഞത്? പോയിന്റ്സ് ടെക്സ്റ്റിലുള്ളതല്ലേ? അതുകൊണ്ട് എഴുതിയെടുത്തിട്ടില്ല, അതേ പോയിന്റ് ആയതുകൊണ്ട്. അതായത് ബ്ലോസം ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ എടുത്തൂടെ? ബ്ലോസം ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ എടുക്കാം. അതല്ലടാ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാത്ത 6 പോയിന്റ് ഇല്ലേ? ഡിസ്കസ് ചെയ്യാത്തതാ? അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട. ആ ഒരു ടേം കേൾക്കുമ്പോ ഇപ്പൊ നമ്മൾ ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞല്ലേ, ആ ഒരു സംഭവം കേൾക്കുമ്പോ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ട് അതിന്റെ ഒരു റിലേഷൻ അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഒരു ചൈൽഡിന് ഒരുപാട് ഗ്രോത്ത് സ്റ്റേജസ് ഉണ്ടല്ലോ ഗ്രോത്തിന്റെ. അതിലൊക്കെ ഇന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ 7ാമത്തെ പോയിന്റ് ഞാൻ സൺഷൈനിനല്ലേ കൊടുത്ത്? അതെ മിസ്സേ. പിന്നെ ആർക്കേനു? ബ്ലോസം. ഓക്കെ, ബ്ലോസം. 9 to assess the development of personality. റോസ് ഇല്ലേ? റോസ് 9 to assess the development of personality അല്ലേ? അതാണ്. അടുത്ത ഗ്രൂപ്പ് ആരാ? മക്കളെ അടുത്ത ഗ്രൂപ്പ് ആരാ? സൺഷൈൻ പറഞ്ഞു, ബ്ലോസം പറഞ്ഞു, റോസ് പറഞ്ഞു. ഇനി ആരാ? പിന്നെ ഒരു ഹാർമോണിയ ഗ്രൂപ്പ് കൂടി ഉണ്ട്. പക്ഷെ ലീഡർ ആരാന്നറിയില്ല. ആണോ? ഹാർമോണിയ അവർക്ക് ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ഡിഫറൻസ് കേട്ടോ. 4 ഗ്രൂപ്പ് ഉള്ളൂ. അത് ഡൗട്ടാണ് മിസ്. ഹാർമണി അതൊരു ഗ്രൂപ്പ്
അവോയ്ഡ് ചെയ്തിനു. ഏതാ ഗ്രൂപ്പ് എന്നറിയില്ല. ലീഡേഴ്സ് ആരും ഒന്നും പറയണില്ല. ഇതിൽ ആരും ഇല്ല. നാല് ഗ്രൂപ്പ് ഉള്ളൂ, 5 ഇല്ല. 5 ഉണ്ടായിരുന്നു, അതിലൊന്ന് ഒഴിവാക്കി. ഓക്കെ, ഞാൻ എന്നാല് എന്താണ് സൺഷൈന്, ബ്ലോസം, റോസ്, ഹാർമോണി നമുക്ക് ഇടാം അല്ലേ? ഗ്രൂപ്പിൽ ഇട്ടോക്കല്ലേ? പിന്നെ എന്നാ ബാക്കി 2 പോയിന്റ്സ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ നിങ്ങളെ ഗ്രൂപ്പില്. സ്റ്റാറിലെ മിസ്സേ, ഇപ്പൊ ഈ 6 പോയിന്റ് അല്ലേ പറയാനുള്ളത്? 3 ഗ്രൂപ്പ് ഇവിടെ ഓൾറെഡി റെഡി അല്ലേ? ഈ 3 ഗ്രൂപ്പും 2 പോയിന്റ്സ് വെച്ചിട്ട് പറയണോ? അങ്ങനെ ആയാലും കുഴപ്പമില്ല. സ്റ്റാർ പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? സ്റ്റാറിന് നമുക്ക് ടു സ്റ്റഡി ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ഉണ്ട്. സ്റ്റാർ അത് പറഞ്ഞോട്ടെ. ബാക്കി എത്ര പോയിന്റ് ഉണ്ടാവും? 5 പോയിന്റ് ഉണ്ടാവും അല്ലേ? എന്നാ സൺഷൈൻ ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് അല്ലേ? സൺഷൈൻ ഫൈസ് ആണോ? ആ ഫൈസ സൺഷൈൻ തന്നെയാണ്, ഒരു ഗ്രൂപ്പാണ്. എന്നാ ഫൈസ എന്താണ് ഈ അല്ലേ നിങ്ങളെ ഗ്രൂപ്പിൽ ഇന്ന് 2 ടോപ്പിക് ഡിസ്കസ് ചെയ്യോ? ഓക്കെ. ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡും അതേപോലെ ടു റെൻഡർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കേട്ടോ. ഓക്കെ മിസ്. ബ്ലോസം ബാക്കിയല്ലേ? ഹാർമോണി അതല്ലേ പ്രശ്നം ഇപ്പൊ? ഹാർമോണിയാണോടാ അവോയ്ഡ് ചെയ്തത്? അതേതാ അറിയില്ല, ഗ്രൂപ്പിന്റെ പേര് കറക്റ്റ്. ഏതോ ഒരു ഗ്രൂപ്പ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാം. എന്നാല് ബ്ലോസത്തിൽ 2 ഡിസ്കസ് ചെയ്യോ? ഇൻഡിവിജ്വൽ ഡിസ്കസ് ചെയ്യോ? ഓക്കെ. അപ്പോ സൺഷൈന് ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡും റെൻഡർ ദ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കേട്ടോ. പിന്നെ ബ്ലോസംസ് മെക്കാനിസം ഓഫ് ഹെറിഡിറ്റിയും ആൻഡ് എൻവിറോൺമെന്റും പിന്നെ ഇതും ഇൻഡിവിജ്വൽ ഡിഫറൻസും. റോസ് ടു അസസ് ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? അപ്പോ ഇന്നത്തെ 6 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. 6 പോയിന്റ് മതി. അതിനെ കുറിച്ചിട്ട് ഇനി ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് പോയിന്റ് ക്ലിയർ ആണ്, എല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ബോറായോ? നിങ്ങൾ ഓക്കെ ആണോ? എനിക്കൊരു റിവ്യൂ തരും നിങ്ങൾ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയത്. ഇന്നത്തെ ക്ലാസ് ഓക്കെയാണ് മിസ്, കുഴപ്പമില്ല, ഉഷാറാണ്. ഇതിന്റെ മുന്നത്തെ ക്ലാസ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ്ങോ എനർജി ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ഇന്ന് ഓക്കെ ആയിക്കണ്, എനിക്കിഷ്ടായി. സംസാരിച്ചപ്പോ മുഹ്സിന അങ്ങനെ പറഞ്ഞോ? ഓക്കെ ആണ് മിസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിന് ഈ ഫസ്റ്റത്തെ ഇന്നിപ്പോ എടുത്ത 6 പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് സമ്മറി ചെയ്തിട്ട് അടുത്ത ക്ലാസ് തുടങ്ങിയ എന്നാ പിന്നെ ഓക്കെ ആവും. കുറച്ചും കൂടി നമുക്കൊരു ഇത് കിട്ടും. ഓക്കെ ആണേ ക്ലാസ് എല്ലാം അടിപൊളി ഇന്നത്തെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നോണ്ട് എന്താ പറയാ, അല്ലെങ്കിൽ ഒരു ഉറക്ക് വന്ന പോലെ. ഓക്കെ, താങ്ക് യു. അത് ഉഷാറാക്കാം. ഞാൻ നിങ്ങളൊപ്പം ഇങ്ങനെ പഠിച്ചു വരുന്നടാ. ഞാൻ അടുത്തത് ഫുള്ള് മറ്റേ സൈക്കോളജി പിള്ളേർക്ക് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സാറിനോട് പറഞ്ഞിരുന്നു എന്താണ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്ത് വരുന്ന പിള്ളേരെ നമുക്ക് ഓരോന്ന് സെറ്റാക്കി എടുക്കണം. ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാനൊന്ന്
റെഡി ആവാണ്ടായിരുന്നു. എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആക്കി എടുക്കണം എന്ന് വിചാരിച്ചതാ. അത് ഞാൻ ഇപ്പൊ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഞങ്ങളെ. ഞങ്ങൾക്ക് കണ്ട് ഉഷാറാക്കണം. ഏത് പേപ്പറിൽ മാർക്കില്ലെങ്കിലും സൈക്കോളജിയിൽ കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് കേട്ടോ, ഉഷാറാണ്. നിങ്ങൾ സമ്മറൈസ് ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ. ഇനി പറയാത്തവരിങ്ങനെ മുന്നോട്ട് വരട്ടെ. എന്താണ് ഞാൻ എപ്പോഴും ഇങ്ങനെ, നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിക്കണേ, ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യണ്ടേ. തൂക്കണം